സുന്ദരമായ ഫുട്ബോളിനെ ഇല്ലാതാക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ റേസിസം. ഫുട്ബോളിലെ പുതിയൊരു സീസൺ ആരംഭിച്ചതോടെ തന്നെ റേസിസം അടങ്ങിയ വിഷമനസ്സുള്ള ഫുട്ബോൾ ആരാധകർ എന്ന് പേരുകുത്തി നടക്കുന്ന ചില വിഡ്ഢികൾ ഇനി ഫുട്ബോൾ കളിക്കാർക്ക് ശല്യമായി തുടങ്ങും. ഈ ഒരു സീസണിൽ ഇങ്ങനത്തെ ഇൻസിഡന്റ് ആദ്യമായി ഇപ്പോൾ നടക്കുന്നത് ലിവർപൂൾ വേഴ്സസ് ബോൺമൗത്ത് പ്രീമിയർ ലീഗ് മത്സരത്തിലായിരുന്നു. ഇരു ടീമിന്റെയും ലീഗിലെ ആദ്യത്തെ മത്സരം. ബോൺമൗത്തിന്റെ സ്ട്രൈക്കറായിട്ടുള്ള ഗാന താരമായിട്ടുള്ള സെമന്യോക്കെതിരായിരുന്നു വംശീയ അധിക്ഷേപം. മത്സരത്തിന്റെ 28-ാം മിനിറ്റിൽ സൈഡ് ലൈനിലോട്ട് നീങ്ങി ബോൺമൗത്തിന് വേണ്ടി ത്രോ എടുക്കാൻ വേണ്ടി ചെന്ന സെമന്യോക്കെതിരെയായിരുന്നു ലിവർപൂൾ ആരാധകന്റെ ഇങ്ങനൊരു അധിക്ഷേപം. ഇങ്ങനൊരു സംഭവം കണ്ടതോടുകൂടി റഫറി ആന്റണി ടൈലർ മത്സരം നിർത്തിവെക്കുകയും കോച്ചുമാരടുത്തും ക്യാപ്റ്റന്മാരടുത്തും കാര്യം വിശദീകരിക്കുകയും ചെയ്തു. കളി തുടങ്ങി ആദ്യ പകുതിക്ക് ശേഷം ഈ ഒരു വിഷയത്തെ അധികൃതർ കൂടി സ്റ്റേഡിയത്തിൽ നിന്നും പുറത്താക്കി. ആ ഒരു പ്രതിക്ക് ഇനി ഇംഗ്ലണ്ടിലെ ഒരു സ്റ്റേഡിയത്തിലേക്കും പ്രവേശനമില്ല എന്നും കോടതി വിധി. മത്സരത്തിനിടയ്ക്ക് വംശീയാധിക്ഷേപം നേടിയ സെമന്യോ ആ ഒരു മത്സരത്തിൽ ലിവർപൂളിനെതിരെ 2 ഗോളും സ്കോർ ചെയ്തിരുന്നു. നിങ്ങൾ റേസിസത്തിനെതിരെയാണെങ്കിൽ കമന്റ് ബോക്സിൽ സ്റ്റോപ്പ് റേസിസം എന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക.